ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിളായിട്ടുള്ള അടിപൊളി നെക്ക് ഡിസൈനാണ് ലേസ് വെച്ചിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ നൈറ്റിക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നെക്കിന് വേണ്ടി ഒരു തുണി എടുത്തിട്ടുണ്ട്. തുണി മടക്കിയ ശേഷം 6 ഇഞ്ച് വീതിയും 9.5 ഇഞ്ച് നീളവും. അപ്പോൾ തുണി മടക്കാതാകുമ്പോൾ 12 ഇഞ്ച് വീതിയും 9.5 ഇഞ്ച് നീളവും. അപ്പോൾ അതിന് നമ്മൾ ആ 12.5യുടെ ആ ഒരു വീതി വരുന്ന ഭാഗം നമ്മൾ മടക്കിയിട്ട് നമ്മൾ നൈറ്റി തുണിയുടെ മേലെ നമ്മൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് 2 ഇഞ്ച് കഴുത്തിൻ്റെ അകലമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ കൊടുക്കുന്നത് 5 ഇഞ്ചേ കൊടുക്കുള്ളൂ. അപ്പോൾ കഴുത്ത് വൈഡായി എന്നുള്ള ആ ഒരു ടെൻഷനൊന്നും വരുന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ട 5 ഇഞ്ചാണ് കഴുത്തിൻ്റെ ഇറക്കം ഞാൻ കൊടുക്കുന്നത്. പിന്നെ അതൊരു വീനെക്കാണ്, ലേസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നൈറ്റിക്കാണെങ്കിലും കുർത്തിക്കാണെങ്കിലും ഒക്കെ പണ്ടത്തെ പോലെയല്ല, മോഡലുകളെല്ലാം വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ വളരെ വ്യത്യാസത്തിലാണ് നമുക്കിത് വന്നിരിക്കുന്നത്. അപ്പം നോക്കിക്കിതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണിയുടെ നമ്മളുടെ നൈറ്റി പീസ് അല്ലെങ്കിൽ കുർത്തി പീസിൻ്റെ നല്ല വശത്തിൻ്റെ മേലെ നമുക്ക് എന്ത് വെക്കണം, ഈ ഒരു നെക്ക് പീസ് വെക്കണം. അപ്പോൾ നെക്ക് പീസിൻ്റെ കുറച്ച് ഭാഗം ഞാൻ സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞു, അത്ര ആവശ്യമില്ലാത്തതുകൊണ്ട് കുറച്ച് ഭാഗം കൂടെ കട്ട് ചെയ്ത് കളഞ്ഞു, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മുടെ ദേ നോക്കിക്കോളൂ, നമ്മുടെ നൈറ്റി തുണിയുടെ നല്ല വശം എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല വശത്തിൻ്റെ മേലെ നമ്മൾ ഈ ഒരു നെക്ക് പീസ് ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം ആ ഒരു വി ഇല്ലേ, അത് 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇത് കണ്ടല്ലോ, നമ്മളിങ്ങനെ വെച്ച ശേഷം 4 ഇഞ്ച് തയ്യൽ തുമ്പിൽ നമ്മളെ ചുറ്റും നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ആ ഭാഗത്ത് ജസ്റ്റ് നമ്മളൊന്ന് തയ്ച്ച് വരികയാണ് ചെയ്യുന്നത്, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഇതിങ്ങനെ വെച്ചിട്ട് ചുമ്മാ ഒന്ന് അടിച്ച് വരിക. എന്നിട്ട് തയ്യൽ തുമ്പിന് ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു നെക്ക് പീസിൻ്റെ തുണി ഉള്ളിലോട്ട് മറിച്ചിടുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അത്രേ ചെയ്യുന്നുള്ളൂ, വളരെ സിമ്പിളാണ്. ബിഗിനേഴ്സിന് പോലും ഒരു ലേസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കൂടുതലും ലേസ് വെച്ചുള്ള നെക്ക് ഡിസൈനുകൾ, ഓർഗാൻസ നെക്ക് ഡിസൈൻസുകളൊക്കെയാണ് കുർത്തിക്കും നൈറ്റിക്കും ഒക്കെ കാണുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് ഇട്ടത്. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ശേഷം നോക്കിക്കേ, ആ ഒരു തയ്യൽ തുമ്പുകളിലെല്ലാം ചുറ്റും ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുണ്ട്, ഇവിടെയൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു തുണി പീസിനെ ഉൾവശത്തോട്ട് തിരിച്ചിടുക. അതായത് നമ്മളുടെ നൈറ്റിയുടെ ഉൾവശത്തോട്ട് ഈ ഒരു നെക്ക് പീസ് കണ്ടോ, ഇതിനെ നമുക്ക് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പതിച്ചടിക്കുക ചെയ്യേണ്ടത്. കണ്ടോ, ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പതിച്ചടിക്കുക. ശരിക്കും പറഞ്ഞാൽ പതിച്ചടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. അയൺ ബോക്സ് എടുക്കാനുള്ള മടി കൊണ്ട് ഞാനിതൊന്ന് പതിച്ച് അടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നോക്കിക്കേ, ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് വരാം കേട്ടോ. എന്ന് വെച്ച് വലിച്ച് ഷേപ്പ്, ആ ഒരു വി ഷേപ്പായി തന്നെ ഇരിക്കണം. വി ഷേപ്പ് യു ഷേപ്പായി പോകരുത്, വി ഷേപ്പായിട്ട് തന്നെ നമുക്ക് ഇരിക്കണം കേട്ടോ. നോക്കിക്കേ, ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ച് വരാം. ഇത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ മേലെ ലേസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതും ഓർഗാൻസയുടെ ഒരു 3 ഇഞ്ച് വീതിയുള്ള ലേസാണ് ഞാൻ വെച്ച് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം ഞാൻ. ഇതിപ്പോൾ നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട് വീനെക്ക്. നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും വൈഡാണെന്ന്, വൈഡല്ല. കാരണം എന്താ പറയുക, നമ്മൾ 2 ഇഞ്ച് കഴുത്തിൻ്റെ അകലമേ എടുത്തിട്ടുള്ളൂ, കഴുത്തിൻ്റെ ഇറക്കം 5 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ ലേസ് ഇതാണ് നമ്മുടെ ലേസ് കേട്ടോ. നല്ല ഭംഗിയുള്ള ലേസാണ്. പ്ലെയിൻ കുർത്തികളിൽ ഇപ്പോൾ ലേസ് വർക്ക് വരുന്നത് നല്ല ഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ കാണാനായിട്ട്. അപ്പോൾ അതേ നോക്കിക്കേ, ഞാനിതിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് ലേസിൻ്റെ നല്ല വശം നമ്മൾ നെക്കിൻ്റെ നല്ല വശത്തിനോട് ചേർത്ത് ഇങ്ങനെ നല്ല വശത്ത് ഇങ്ങനെ വെക്കുക. എന്നിട്ട് കഴുത്തിൻ്റെ ആ ഒരു തുമ്പ് വശത്ത് നമുക്കൊന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടല്ലോ, ഇതുപോലെ വെച്ചിട്ട് ഒന്ന് നമുക്ക് അടിച്ചു കൊടുക്കാം. കണ്ടോ, ഇതുപോലെ വെച്ച് ഇങ്ങനെ വന്ന് ആ ഒരു വി ഷേപ്പ് ആകുമ്പോഴാണ് ഞാനൊരു കാര്യം ചെയ്യുന്നത്, അത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഇപ്പൊക്കെ ഇതുപോലെ അങ്ങ് അടിച്ചു വരിക. വി ഷേപ്പ് ആകുമ്പോൾ ഈ ലേസിന് മുകളിലോട്ടേക്ക് മടക്കണം. അപ്പം ഞാനത് കാണിച്ചത്. ഇപ്പം നമ്മൾ വി ഷേപ്പ് വരെ ഇതുപോലെ അങ്ങ് അടിച്ചു വരിക കേട്ടോ. എന്നിട്ട് ഈ ഒരു വി ഷേപ്പ് വരുന്ന സമയത്ത് ഇതിനെ നമുക്ക് ഒന്ന് മുകളിലോട്ട് ഈ ലേസിനെ മടക്കിയിട്ട് ആ മടക്കി കൂടെ നമ്മൾ അടിച്ച് വരണം. കണ്ടോ, ഇങ്ങനെ നമ്മൾ കണ്ടോ, ഈ രീതിയിൽ നമ്മൾ ഇങ്ങനെ വെക്കണം. എന്നിട്ട് ആ ഒരു വീൻ്റെ ആ കോർണർ ഉണ്ടല്ലോ, ആ കോർണറിൽ നിന്ന് താഴോട്ട് ഈ ലേസിൻ്റെ എൻഡ് വരെ നമ്മൾ അടിക്കണം. അതായത് ലേസ് ചേർത്ത് വെച്ചിട്ട് അടിക്കണം. ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. ഇനി നിങ്ങളത് ശ്രദ്ധിച്ച് കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്ന് നെക്ക് അവിടെ കൊണ്ട് നമ്മൾ കറക്റ്റ് ഇതാണ് ആ ഒരു കോർണർ പോയിൻ്റ് ഞാൻ കാണിച്ചു തരികയാണ്. ആ ഒരു വി പോയിൻറ്റിൽ നിന്നും താഴോട്ട് നമ്മൾ അടിച്ചു വരികയാണ് ചെയ്യുക.
കണ്ടോളൂ, ഇങ്ങനെ വന്നു. ഇനി അതിന് ശേഷം നമ്മൾ ആ വീൻ്റെ അവിടെ കൊണ്ട് നമ്മൾ നിർത്തിയതിന് ശേഷം ഞാൻ ലേസിന് എക്സ്ട്രാ കട്ട് ചെയ്യാത്ത വേറൊന്നുമല്ല, നമുക്ക് ലേസ് വേസ്റ്റ് ആവണ്ടാലോ, വേണ്ടത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്താൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ടാട്ടോ. അപ്പം നോക്കിക്കേ, ഇത് ഇങ്ങനെ നമുക്ക് കിട്ടി. കറക്റ്റ് കണ്ടോ, കോർണറിൻ്റെ അവിടെ കൊണ്ട് ഞാൻ നീഡിൽ നിർത്തി. എന്നിട്ട് ഇങ്ങനെ അങ്ങ് ആക്കി. കോർണറിൻ്റെ എവിടെയാണ് നമ്മൾ ആ ഒരു വീൻ്റെ കോർണറിൻ്റെ അവിടെ ലേസ് വന്നു, നമ്മൾ ആ കറക്റ്റ് കോർണറിൽ നീഡിലിറക്കി. എന്നിട്ട് നമ്മൾ കുറച്ച് താഴോട്ടേക്ക് ഇങ്ങനെ മടക്കി മേളിലേക്ക് എടുക്കുക. അതുകൊണ്ടോ, താഴത്തേക്ക് ഇറങ്ങത്തക്ക രീതിയിൽ ഇങ്ങനെ മേളിലേക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോർണറിൽ നിന്നും താഴോട്ടേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ലേസിൻ്റെ എൻഡ് വരെ അടിക്കുക. കണ്ടോ ഞാൻ പറഞ്ഞത്, ഇതുപോലെ അടിക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുത്ത ശേഷം ഇതെടുക്കുക. കണ്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ അതിൽ കുറവ് തയ്യൽ തുമ്പ് നമ്മൾ ഇട്ടിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. നമ്മളവിടെ ഓൾറെഡി കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞു. ഇത് കണ്ടോ, നമ്മളിങ്ങനെ അടിച്ചല്ലോ. എന്നിട്ട് നോക്കിക്കുക, ഇതിനെ ഇങ്ങനെ തിരിച്ചിടുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ നമുക്കിത് കിട്ടും. ഓക്കെ, ഇനി നമുക്കിതിലൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു വീൻ്റെ ഭാഗം അതായത് ആ ലേസ് അതിനോട് ചേർത്ത് വെച്ചിട്ട് അടിച്ച് വരാം കേട്ടോ. വീഡിയോ ഇഷ്ടമാക്കുന്ന ഒരു ഷെയറും ലൈക്കും മറക്കരുത്. അതേപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സിമ്പിളാണ്. ഇപ്പം അങ്ങനത്തെയൊക്കെയാണ് ഇപ്പം ഫ്രോക്ക് മോഡൽ നൈറ്റീസിൽ ഒക്കെ ട്രെൻഡി ആയിട്ട് വരുന്ന ഒരു ഡിസൈനാണ്. പിന്നെ കുർത്തികളിൽ കൂടുതൽ ഇത് തന്നെയാണ്, 90% ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഓഫീസ് വെയർ കുർത്തീസിലൊക്കെ കാണുന്നത്. ഇനി ഞാൻ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞു. കണ്ടോ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം കട്ട് ചെയ്ത് കളയാണ്ടിരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തുമ്പുവശം വെച്ചിട്ട് ചടപ്പടിയേന്നങ്ങ് അടിച്ച് വരും കേട്ടോ. ഇത് കണ്ടല്ലോ, ഈ തുമ്പുവശം ഇങ്ങനെ വെച്ചിട്ട് ചുമ്മാ അടിച്ച് വരും. അതോടുകൂടി നമ്മുടെ ഈ ഒരു നെക്ക് തീർന്നു. സിമ്പിളല്ലേ, വളരെ സിമ്പിൾ. പക്ഷേ ഈ ഒരു ലേസും ഒരു പ്ലെയിൻ നമ്മുടെ ഈ പറഞ്ഞ പോലെ കോട്ടൺ സിൽക്ക്, റോ കോട്ടൺ, ജോർജറ്റ്, വിചിത്ര സിൽക്കിൻ്റെ പ്ലെയിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ലേസും ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 1/2 മീറ്റർ ലേസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്ലീവിലും കൊടുക്കാം, നെക്കിലും കൊടുക്കാം. ഇതുപോലെ ഒരു അടിപൊളി ഓഫീസ് വെയർ കുർത്തി നമുക്ക് കിട്ടും കേട്ടോ. അപ്പം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓഫീസ് വെയർ കുർത്തി കിട്ടും, അതുപോലെ തന്നെ നൈറ്റിക്കും പാർട്ടി വെയർ കുർത്തിക്കൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മളെടുക്കുന്ന മെറ്റീരിയലിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ ആ ഒരു ഇത് ഇരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും മറക്കരുത്. വീഡിയോ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം.